20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. എയിംസ് അക്കാദമി, ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, CD ടവർ, ഗ്രൗണ്ട് ഫ്ലോർ, കാലിക്കറ്റ്. കാളികാവ് അടയ്ക്കാക്കുണ്ട് ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുഹറ പടിപ്പുര 3ാമത് അനുസ്മരണവും കാവ്യ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. പരിപാടി പ്രശസ്ത കവിയും നോവലിസ്റ്റുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് വളർന്നു വന്ന മികച്ച എഴുത്തുകാരിയായിരുന്നു സുഹറ പടിപ്പുരയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മുന്നേറ്റം വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒന്നാണ്. കാരണം ലോകം ഇത്രയും കാലം വരെ പുരുഷന്റെ കയ്യിലായിരുന്നു. പുരുഷനാണ് ലോകത്തിന്റെ അധികാരം കൈകാളിയിരുന്നത്. ലോകത്തിലെ സകല യുദ്ധങ്ങളുണ്ടാക്കിയിരുന്ന പുരുഷനാണ്. സകല കലാപങ്ങളുണ്ടാക്കിയിരുന്നത് പുരുഷനാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പുരുഷനിലൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. നല്ലതും ചെയ്തിട്ടുണ്ട്, അതല്ല പറയുന്നത്. പൊതുവെ അങ്ങനെയുള്ള ഇനി മുതൽ ഇവിടെ അങ്ങോട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിന്റെ നിർമ്മാണത്തിലും സമൂഹത്തിന്റെ സാഹിത്യത്തിലും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവണം. ആ പ്രാധാന്യം അവർ തിരിച്ചറിയണം, അവരതിലേക്ക് വരണം എന്നാണ് എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കാറുള്ള ഒരു കാര്യമാണ്. ഇവിടെ കുറേ പെൺകുട്ടികൾ നാളത്തെ വലിയ എഴുത്തുകാരികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിത്തീരേണ്ട കുട്ടികളിലൂടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നതാണ്. സുഹറ ടീച്ചർ ആ തരത്തിലുള്ള ഒരു മാതൃക ആയിരുന്നു. അടയ്ക്കാക്കുണ്ട് ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും കവിയത്രിയുമായിരുന്ന സുഹറ പടിപ്പുരയുടെ സ്മരണയ്ക്കാണ് അവാർഡ് സംഘടിപ്പിച്ചത്. അകാലത്തിൽ പൊലിഞ്ഞ യുവ കവിയത്രിയുടെ സ്മരണയ്ക്കായി കഴിഞ്ഞ 2 വർഷവും മികച്ച കവിതകൾക്ക് പുരസ്കാരങ്ങൾ നൽകിയിരുന്നു. ഈ വർഷം കൊല്ലം സ്വദേശിയും യുവകവിയുമായ അരുൺ അന്നൂരിനാണ് ഈ വർഷം അവാർഡ് സമ്മാനിച്ചത്. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. യുവകവി അരുൺകുമാർ അന്നൂർ റഫീഖ് അഹമ്മദിൽ നിന്നും സുഹറ പടിപ്പുര കാവ്യ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് അധ്യക്ഷത വഹിച്ചു. കെ സുനിൽ സ്വാഗതം പറഞ്ഞു. മുൻ പ്രധാന അധ്യാപകൻ പി ഖാലിദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് CK അബ്ദുൾ ഗഫൂർ, പ്രധാന അധ്യാപകൻ വി റഹ്മത്തുള്ള, മാനേജ്മെന്റ് പ്രതിനിധികളായ PP അബ്ദു, CM മുഹമ്മദ്, ഉപപ്രധാന അധ്യാപകൻ C ആബിദ്, ഹരീഷ്, സ്റ്റാഫ് സെക്രട്ടറി CP സമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.